ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് സ്നാക്സ് ഉണ്ടാക്കിയാലോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, എപ്പോൾ വേണേലും കഴിക്കാം കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഗോതമ്പ് പൊടിയാണെന്നൊന്നും മനസ്സിലാവത്തില്ല, നല്ല ടേസ്റ്റാണ് ഇത്. ഞാൻ ബാക്കി വന്നതുണ്ടല്ലോ, ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് പുറത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ കയറി ഇറങ്ങി പാത്രം കാലിയായി. പിന്നെയും എന്ത് രുചിയായിരുന്നറിയോ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെരുവത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മുഴുത്ത ചെരുവം വേണം കേട്ടോ. അതായത് നമുക്കിത് ഈ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു ചെരുവ് എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ ഗോതമ്പ് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്രയും പൊടിക്ക് താണ്ടി ഒരു 1/2 ടീസ്പൂണിന് മേലെ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ പൊടിയുടെ അളവൊന്നും നോക്കിയില്ല, ചുമ്മാ കുറച്ചങ്ങ് കുടഞ്ഞിട്ടതേ ഉള്ളേ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിന് മേലെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് തിളച്ച് കഴിഞ്ഞപ്പം ഞാനുണ്ടല്ലോ സിമ്മിൽ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഓഫ് ആക്കിയിട്ടില്ല. നല്ല തിളച്ച വെള്ളത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒരു തവയ്ക്കകത്ത് കുറേശ്ശെ ഈ മാവിനകത്തോട്ട് കോരി ഒഴിച്ച് കുഴയ്ക്കുകയാണ് കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായി പോകാനൊന്നും പാടില്ല. ചപ്പാത്തിയുടെ അത്രയും നല്ല മുറുകിയിരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അത്രയും അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഒരു ഇത്തിരി കൂടെ ലൂസായി അതിലും കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്കൊന്ന് ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കണം, ആ ഒരു പാകത്തിന് കിട്ടണമെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ ഈ പൊടിയുടെ എല്ലാ ഭാഗവും ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് നനഞ്ഞ് കിട്ടണം. എന്നിട്ട് നമുക്ക് ഈ തവിയിലോ സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴയ്ക്കുമ്പോൾ അറിയാമല്ലോ ഏകദേശം ഉരുളിയായിട്ട് ആക്കി എടുക്കാൻ പറ്റുമോയെന്ന്. ആ ഒരു പാകത്തിനാക്കി ആയി കഴിയുമ്പം നമുക്കിത് കുഴയ്ക്കൽ നിർത്തിയിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ഒരു പൗരത്തിന് നമുക്ക് എന്തായാലും ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് തണുത്ത്, അതായത് നമുക്കിതൊന്ന് കൈകൊണ്ട് പിടിച്ച് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പാകത്തിനായി കഴിയുമ്പം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. അത്രയും സമയത്തിന് ഇതങ്ങ് മൂടി വെച്ചേക്കാം. അത് മൂടി വെച്ചിട്ട് ഞാനൊരു 3 ആണി വെല്ലം ഉരുക്കാനായിട്ട് വെച്ചു കേട്ടോ. അത് ഉരുക്കി കഴിഞ്ഞപ്പം അതങ്ങ് ഓഫ് ചെയ്തു. അത് നേരത്തെ തന്നെ ഉരുക്കി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പിന്നെ ഉരുക്കി വെച്ചാലും മതി. നമുക്ക് വേറെ കുറേ പണികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ മാവ് ഒരുവിധം ഒന്ന് കൈകൊണ്ട് പിടിക്കാനായി എന്ന് തോന്നി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതൊന്ന് തുറന്നിട്ട് നമുക്ക് ആ തവി വെച്ച് തന്നെ ഒന്ന് ഇളക്കി നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇത് തൊട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ കൈ കൊണ്ട് ഉരുട്ടാനൊക്കെ ആയോന്നാ. എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെച്ചേക്കുക കേട്ടോ. നമ്മൾ ഉരുട്ടുമ്പോൾ ചിലപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുക, അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുഴച്ചുണ്ടല്ലോ ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിലല്ല, അതിനേക്കാൾ ഒരു ഇത്തിരി കൂടി ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയ്യിൽ വെള്ളമൊക്കെ നനച്ചിട്ട് ഉരുട്ടി എടുക്കുകയാണ്. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലൊക്കെ ഉരുട്ടിയാൽ മതിയാവും. ഇനിയിപ്പോൾ ഉരുള പോലെ തന്നെ ആക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒക്കെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ആ അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്കുണ്ടല്ലോ ഈ ഉരുളകളൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഉരുളകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേന് ആവി കയറ്റി വേവിച്ചെടുക്കണം. 10 മിനിറ്റ് ആവി കയറിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തുറന്ന് വെക്കാം കേട്ടോ. ഇപ്പം തന്നെ ഇതിനകത്തുനിന്ന് ഇത് വിടുവിച്ചെടുക്കരുത്. വിടുവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ പൊട്ടി പോരുകയുള്ളേ. അപ്പോൾ അതൊന്ന് തണുത്തോട്ടെ. ആ സമയത്ത് നമുക്ക് വേറെ പണിയുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ ചിരകി എടുക്കാനുണ്ടായിരുന്നു. അത് തുറന്ന് ഒന്ന് ഫാനൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകിയിട്ട് വന്നിട്ട് കുറച്ച് മുഴുത്ത ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് ഒരു ഫോർക്കിലാണ് ഞാൻ തോണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഉണ്ടാകുമായിരിക്കും ഈ നെയ്യ് ഉരുകി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു തേങ്ങ ചിരകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന്. അപ്പം ആ തേങ്ങ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. തേങ്ങയുടെ അളവൊന്നും അങ്ങനെ കൃത്യമായിട്ട് നോക്കിയൊന്നുമില്ല. ഞാനൊരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തത്. അപ്പോൾ തേങ്ങ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ തേങ്ങ ഈ നെയ്ക്കകത്ത് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്താൽ മതി. വറന്ന് വരുമൊന്നും വേണ്ട കേട്ടോ, ഒത്തിരി വല്ലാതെ അങ്ങ് ചൂടാകുമൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചുമ്മാതെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന വെല്ലം ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെല്ലത്തിൻ്റെ അളവ് നമ്മളുടെ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായ രീതിയിൽ എടുക്കാം കേട്ടോ. ഇനിയിപ്പം മധുരം തീരെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. കൂടുതൽ നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഒന്ന് കൂടും കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേരൊക്കെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ കുറച്ച് മധുരമൊക്കെ കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചൊന്നൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ ഈ വെല്ലം ഉരുക്കുമ്പം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനുണ്ടല്ലോ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അപ്പച്ചെമ്പിൽ വേവിച്ച് വെച്ചിരുന്ന ആ ഗോതമ്പിൻ്റെ ഉണ്ടയുണ്ടല്ലോ, അതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെല്ലം ഉരുക്കിയത് ഇതിനകത്ത് ഒഴിച്ച് ഇതൊന്ന് തിളച്ച് വരണം, നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളുടെ ആ ഉണ്ടയുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
ആ ഉണ്ട ഞാനൊന്ന് പുഴുങ്ങിയെടുത്ത് അതിൽ നിന്ന് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ നിന്ന് വിടുവിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറേ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഒട്ടിപ്പിടിച്ചതും പൊട്ടി വന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് കണ്ടോ, വെള്ളം ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ഒത്തിരി അങ്ങ് മുങ്ങിക്കിടക്കണ്ട, എന്നാലും നല്ലപോലെ എല്ലാ ഉണ്ടകൾക്കകത്തോട്ടും ആ ഒരു വെള്ളമൊക്കെ പിടിക്കത്തക്ക രീതിയിലൊക്കെ വേണം. എന്നിട്ട് ഇതിൻ്റെ നല്ലപോലെ കൂടുതലാണ് വെള്ളം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. വെള്ളം കുറവാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അടി പിടിച്ച് പോകാൻ പാടില്ല. അങ്ങനെ മൂടി വെച്ചിട്ട് ഞാനിത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു. ഇടയ്ക്ക് ആദ്യമേയൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കേട്ടോ. പിന്നെ അതങ്ങ് ഒന്ന് വെള്ളമൊക്കെ ഒരുവിധം നല്ലപോലെ വറ്റി വന്നപ്പോഴാണ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടത്. പിന്നെ വെള്ളം ഒരുവിധം നല്ലപോലെ വറ്റി കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്തിരി ലൂസ് പോലെ ഇരിക്കണമെന്ന് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത്തിരി ലൂസായിട്ട് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയി കഴിയും. നല്ല ഡ്രൈ ആയി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയാവും. അതെ, ഞാനിവിടെ ഈ വെള്ളത്തിൻ്റെ ഈ വെള്ളമൊക്കെ ഈ പാനയിൽ നിന്ന് അങ്ങ് വിട്ട് പോരുന്ന ആ ഒരു പരുവത്തിനായപ്പോഴാണ് സ്റ്റൗ ഓഫ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ചൂടൊന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുക കേട്ടോ. ഗോതമ്പിൻ്റെ ഉണ്ടയാണെങ്കിലും പക്ഷേ ഇത് റെഡിയാക്കി ഈ തേങ്ങയുടെ ബെല്ലവും അതുപോലെ ഏലക്കയുടെ നെയ്യുടെയൊക്കെ രുചിയൊക്കെ ഈ ഉണ്ടയിലേക്ക് അങ്ങ് പിടിച്ച് വരുമ്പോഴുണ്ടല്ലോ ഗോതമ്പാണ് നമുക്ക് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.